ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നായ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഒരു ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം, അത് പ്രോഗ്രാമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും വർക്ക് ചെയ്യുന്നത്. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണയായി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷനാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കേസസ് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഒരു ഡീറ്റെയിൽ എക്സാമ്പിൾ സഹിതം തന്നെ നമുക്ക് എങ്ങനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ രണ്ട് വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒന്ന് ഇൻറ്റ് എ, ബി. അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ വേരിയബിളാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ക്യാരക്ടർ OPT. സോ ഈ മൂന്ന് വേരിയബിളും ഞാൻ സ്കാനർ വെച്ചിട്ട് ഒന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഞാൻ ഇൻറ്റിജർ വാല്യൂ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒരു ക്യാരക്ടർ വാല്യൂ, അതുപോലെ പിന്നീട് ഒരു ഇൻറ്റിജർ വാല്യൂ. സോ A, percentage OPT, percentage. So that's it. So now ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് തന്നെ ഇതാണ്. ലൈക്ക് ഒരു സ്വിച്ച് എക്സ്പ്രഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ കേസസ് ആണ്, നമുക്ക് മൾട്ടിപ്പിൾ കേസസ് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒരു എക്സ്പ്രഷൻ ഞാൻ പാസ് ചെയ്യുന്നത് OPT എന്നുള്ള വേരിയബിളാണ്. സോ OPT ഇവൻ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇഫ് കണ്ടീഷനായിട്ട് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. റൈറ്റ്, നമുക്കിവിടെ ഒരു OPT എന്നുള്ള വേരിയബിളാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും വേരിയബിൾ കണ്ടീഷനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ഞാൻ എഴുതുന്നത് ഇഫ് ദ OPTൻ്റെ വാല്യൂ ഇഫ് പ്ലസ് ആണെങ്കിൽ ദെൻ printf a, printf percentage d, then a plus b. റൈറ്റ്, സോ നമ്മൾ ഒരു OPT എന്നുള്ള വേരിയബിളിലേക്ക് പ്ലസ് എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നെങ്കിൽ സോ ഈ കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. റൈറ്റ്, ഒരു മെയിൻ തിങ് ഓരോ കേസും നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, ഈവൻ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ എനിക്ക് സിംഗിൾ printf മാത്രമേ ഉള്ളൂ. സോ അതിനുശേഷം ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ഒരിക്കലും സിൻടാക്സ് എറർ ഒന്നും കാണിക്കില്ല, ബട്ട് ഒരു ലോജിക്കൽ എറർ ആയിരിക്കും അത് ഉണ്ടാക്കുക. സോ ഹിയർ printf കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ആവശ്യമാണ്. ഓക്കെ, സോ സെക്കൻഡ് കേസ് ഞാൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൈനസ് ആണെങ്കിൽ it should be subtract. Okay, so a minus b. Okay, so ഇത്തരത്തിൽ രണ്ട് നമ്പർ പ്ലസ് ആണ് കൊടുക്കുന്നെങ്കിൽ, ഈ ക്യാരക്ടറിൻ്റെ വാല്യൂ OPTയുടെ വാല്യൂ പ്ലസ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ the first case will execute. If it is minus, then second statement will get executed. Default ആണെങ്കിൽ we can print something. Provide value input. So now it is clear, right? So case നമ്മൾ ഒരു a plus b എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ then the first statement will be get executed. a minus b എന്നാണെങ്കിൽ the second statement will be get executed. വേറെ ഏതെങ്കിലും ഒരു സ്ട്രിങ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ any
ഈ ഒരു ഫസ്റ്റ് കണ്ടീഷൻ ഒന്നും തന്നെ മാച്ച് ചെയ്യില്ല. ദ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഈ ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. So first I'm going to debug it. It's working. So now I'm running. ഇപ്പോൾ രണ്ട് നമ്മളുടെ ഇൻപുട്ടിന് വേണ്ടി പ്രോംപ്റ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് എന്റെ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ദിസ് വൺ A3, then A3, then plus, then 2. സോ എയുടെ വാല്യൂ 3 ആയിരിക്കും. അതുപോലെ തന്നെ OPT എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ പ്ലസ് ആയിരിക്കും. ആൻഡ് ബിയുടെ വാല്യൂ ഇറ്റ് വിൽ ബി 2. സോ ഐ എം പ്രസിങ് എൻ്റർ. ഇതിൽ ആഫ്റ്റർ സ്കാൻ സ്റ്റേറ്റ്മെൻറ്റ് OPTയുടെ വാല്യൂ ആയിരിക്കും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. സോ OPTയുടെ വാല്യൂ കോൺസ്റ്റൻറ്റ് കണ്ടീഷൻ മാച്ച് ചെയ്യുന്നത് ഈ ഒരു പ്ലസ് എന്നുള്ള ഈ കേസ് ആയിരിക്കും. റൈറ്റ്, OPTയുടെ വാല്യൂ ഇപ്പം പ്ലസ് ആണ്, നമുക്കറിയാം പ്ലസ് ആയിരിക്കും ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് വിൽ ബി പാസ് ടു OPTയുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ പ്ലസ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്ലസ് ഈ കേസിലാണ്. സോ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 3 മൈനസ് 2 ആണെങ്കിൽ ദ സെക്കൻഡ് കണ്ടീഷൻ വിൽ ഗെറ്റ് മാച്ച് അല്ലേ. ഈ ഒരു എക്സാമ്പിളിൽ ദ OPTയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. സോ പ്ലസും മൈനസും അല്ലാത്ത ഒരു ക്യാരക്ടറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 3, ഫോർ എക്സാമ്പിൾ 3 star 3, then 2. So it will give the default. ഈ കേസിൽ നമുക്കറിയാം ഫസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യില്ല, അതുപോലെ തന്നെ സെക്കൻഡ് കേസും വിൽ നെവർ മാച്ച്. സോ തേർഡാണ് ഡിഫോൾട്ട്. അതായത് ഈ ഒരു കണ്ടീഷനും ഒരു കേസും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഡിഫോൾട്ട് ഒരിക്കലും മാൻഡേറ്ററി ഇല്ല. ഡിഫോൾട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എറർ കാണിക്കില്ല. അതുപോലെ തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും മാൻഡേറ്ററി ഇല്ല, ബട്ട് അത് ലോജിക്കൽ എറർ ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, സോ ആൻഡ് വൺ മോർ തിങ്, നമുക്ക് മൾട്ടിപ്പിൾ കേസസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് എനിക്ക് പ്ലസ് ദെൻ മൈനസ് സ്റ്റാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആണെങ്കിൽ P എന്നാണെങ്കിൽ ദിസ് നീഡ് ടു ബി എക്സിക്യൂട്ടഡ് എന്ന ഈ ഒരു കേസിലും നമുക്ക് ചെയ്യാം. ഇതുപോലെ കേസ് മൈനസിന് പകരം M എന്നുള്ള ക്യാരക്ടർ ഇമ്പോർട്ട് ചെയ്ത് പ്ലസിന് പകരം P എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള ഇതാണ് നമുക്ക് ഇങ്ങനെയും മൾട്ടിപ്പിൾ കേസസ്. അതായത് ഇതിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ OPTയുടെ വാല്യൂ പ്ലസ് ആണെങ്കിലും അതുപോലെ OPTയുടെ വാല്യൂ P ആണെങ്കിലും ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. അതുപോലെ തന്നെ കേസിൻ്റെ വാല്യൂ മൈനസ് ആണെങ്കിലും OPTയുടെ വാല്യൂ മൈനസ് ആണെങ്കിലും അതുപോലെ OPTയുടെ വാല്യൂ M ആണെങ്കിലും ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. So 1 P3, so it is 4, right? This statement will get executed. Okay, so അത്രയേ ഉള്ളൂ കേസസിനെ പറ്റി പറയാൻ. കേസസിൽ സ്വിച്ചിനെ പറ്റി പറയാൻ, സ്വിച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയാണ്. ബ്രേക്ക് ഇല്ലെങ്കിൽ പോലും ഒന്നും ഇറ്റ് വിൽ നോട്ട് ഷോ എറർ, ബട്ട് അത് നമ്മളുടെ ഒരു ലോജിക്കൽ എററായിട്ട് മാത്രമേ ഇതാവുള്ളൂ. അതുപോലെ തന്നെ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും മാൻഡേറ്ററി അല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരിക്കലും സെമിക്കോളൻ ഇടരുത്. ദാറ്റ് വിൽ ഷോ ദി എറർ ലൈക്ക് ദിസ്. മിസ്പ്ലേസ്ഡ് കേസസ് എന്നുള്ള രൂപത്തിലായിരിക്കും എറർ കാണിക്കുക. സോ ഈ സിൻടാക്സ് എല്ലാം തന്നെ വളരെ ഇതായിട്ട് ഓർത്ത് വെക്കണം. സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി റീഡബിലിറ്റിയാണ് നമുക്ക് അഷ്വർ ചെയ്യുന്നത്.
ഓക്കെ. നമുക്കറിയാം ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്തരത്തിൽ പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ റീഡബിലിറ്റി കുറച്ചും കൂടി നമുക്ക് ഒരു യൂസറിന് ഈസി ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഈസി ആയിട്ട് അത് കോഡ് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സിംഗിൾ എക്സ്പ്രഷൻ ആയിരിക്കും ആക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ മൾട്ടിപ്പിൾ കേസസ് നമുക്ക് ബ്ലോക്കായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഓരോ കേസിനും എഗെയിൻസ്റ്റ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൾസോ വിൽ ബി ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഓക്കെ. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കേസും എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് വിൽ ബി ഗെറ്റ് എക്സിക്യൂട്ടഡ്. ഡിഫോൾട്ട് ഒരിക്കലും തന്നെ മാൻഡേറ്ററി ഇല്ല. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്വിച്ച് statement. I will come up with a new video with the looping statement. Till then, bye, take care.